ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് വെബ്സൈറ്റുകളിൽ പരസ്യം നൽകരുതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. കശുവണ്ടി വ്യവസായ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള കാഷ്യൂ കോൺക്ലേവിന് കൊല്ലത്ത് തുടക്കം. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് ഇന്ന് 2400 രൂപ കൂടി. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മറ്റന്നാൾ രാത്രി വരെ തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെയും പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത വെബ്സൈറ്റുകളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമാണ് കമ്മീഷന്റെ നിർദ്ദേശം. മാധ്യമ പരിശോധനാ നിരീക്ഷണ സമിതിയുടെ മുൻകൂർ അംഗീകാരമില്ലാതെ പരസ്യങ്ങൾ നൽകരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തങ്ങളുടെ അംഗീകൃത സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്നും കമ്മീഷൻ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്റർനെറ്റിലൂടെ നടത്തുന്ന പ്രചാരണത്തിന്റെ ചെലവുകൾ സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി 75 ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിക്കുകയും വേണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റുകളുടെയും ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ദേശീയ, സംസ്ഥാന അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഇവിഎമ്മുകളുടെയും വിവിപാറ്റുകളുടെയും മണ്ഡലം തിരിച്ചുള്ള പട്ടിക എല്ലാ ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്കും ലഭ്യമാക്കിയതായും കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 25-ന് പ്രസിദ്ധീകരിക്കും. പ്രവാസി വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരമുണ്ട്. sec.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതിനിടെ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കാനുള്ള നറുക്കെടുപ്പ് വിവിധ ജില്ലകളിൽ തുടരുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾക്കായുള്ള നറുക്കെടുപ്പ് വ്യാഴാഴ്ച അവസാനിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പരാതികളിന്മേലുള്ള ഹിയറിംഗ് നാളെ നടക്കും. ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിലെ പരാതികളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കേൾക്കുന്നത്. രാവിലെ 11-ന് തിരുവനന്തപുരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനഹിതം ഓഫീസിലാണ് ഹിയറിംഗ്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നു. 2026 ആരംഭത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പ്രവൃത്തികളാണ് ദ്രുതഗതിയിൽ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കിഫ്ബി വഴി 47.92 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക രീതിയിൽ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിനാൽ കായിക വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് മന്ത്രി വീണ ജോർജ് ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പദ്ധതിയിലെ പ്രധാന നിർമ്മിതികളായ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണ ജോലികൾ, നീന്തൽക്കുള നിർമ്മാണം, മിനി ഇൻഡോർ സ്റ്റേഡിയം, പവലിയൻ നിർമ്മാണങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 2031-ൽ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷയുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി വീണ ജോർജ്. വിഷൻ 2031 ആരോഗ്യ സെമിനാറിന്റെ ഉദ്ഘാടനം തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ഹെൽത്ത് ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്തെ വിവിധ വിഷയങ്ങളിൽ സെമിനാറിന്റെ ഭാഗമായി 10 പാനൽ ചർച്ചകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വയനാട് ഫീൽഡ് ഓഫീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സുൽത്താൻ ബത്തേരിയിൽ വിദൂര മേഖലകളിലുള്ളവർക്കായുള്ള വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും ക്ലാസും ചർച്ചയും സംഘടിപ്പിച്ചു. ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ പ്രജിത് കുമാർ നേതൃത്വം നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 141 പോയിന്റ് താഴ്ന്ന് 82,181-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് ഇടിഞ്ഞ് 25,194-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് ഇന്ന് രാവിലെ 2,400 രൂപ കൂടി 94,360 രൂപയായി. ഗ്രാമിന് 11,795 രൂപയാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കശുവണ്ടി വ്യവസായ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള കാഷ്യൂ കോൺക്ലേവിന് കൊല്ലത്ത് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി മേഖല നേരിടുന്ന ആഗോള രാജ്യാന്തര പ്രശ്നങ്ങൾ കോൺക്ലേവിൽ ചർച്ച ചെയ്യും. കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കെപാക്സിന്റെയും ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം കൈമാറും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും നേതാക്കളും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ട് അന്വേഷണം നടത്തണമെന്നും 30 വർഷത്തെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സംഘം ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ യാത്രകൾക്ക് ഇന്ന് തുടക്കം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP നയിക്കുന്ന ജാഥ തൃത്താലയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരനും മൂവാറ്റുപുഴയിൽ ബെന്നി ബെഹന്നാനും തിരുവനന്തപുരത്ത് UDF കൺവീനർ അടൂർ പ്രകാശ് MPയുമാണ് ജാഥ നയിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. നെന്മാറ സജിത വധക്കേസ് പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചു. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. 2019 ഓഗസ്റ്റ് 31-നായിരുന്നു അയൽവാസിയായ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയും കൊലപ്പെടുത്തിയ കേസിലും അറസ്റ്റിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വിൻഡീസ് ഉയർത്തിയ 121 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ഈ ജയത്തോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 2-0 സ്വന്തമാക്കി. അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡ് നടപ്പാക്കുന്ന RIDF പദ്ധതി പ്രകാരമുള്ള 1.39 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഇടുക്കിയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ പ്രവർത്തനം തുടങ്ങി. കർഷകർക്കായി നിരവധി അടിസ്ഥാന ആധുനിക സൌകര്യങ്ങളാണ് സ്മാർട്ട് കൃഷിഭവനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് സ്മാർട്ട് കൃഷിഭവനിലൂടെ പ്രാവർത്തികമാക്കുന്നത്. 50-ലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിംഗ് ഹാള്, കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ ഇക്കോ ഷോപ്പ്, കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താനുമായി സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൌകര്യങ്ങൾ. ഭിന്നശേഷി നിയമന വിഷയത്തിൽ NSSനു ലഭിച്ച വിധി മറ്റ് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് C. ഹബീബ് ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്കുള്ള ഒഴിവുകൾ നികത്തിയ ശേഷമേ പൊതു തസ്തികകളിൽ അംഗീകാരം നൽകാവൂ എന്ന സുപ്രീംകോടതി വിധിയുടെ അന്തസത്തയ്ക്ക് എതിരാണ് ഈ നീക്കമെന്നും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കുറ്റപ്പെടുത്തി. വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ട്രാഫിക് നിയന്ത്രണങ്ങൾ നാളെ മുതൽ കർശനമായി നടപ്പിലാക്കും. KSRTCയുടെയും മറ്റ് യാത്രാ ചരക്ക് വാഹനങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഹെവി വാഹനങ്ങൾക്ക് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. അതേസമയം ആറ്റിങ്ങൽ നെടുമങ്ങാട് റോഡിൽ നിലവിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 5:30 മുതൽ മറ്റന്നാൾ രാത്രി 11:30 വരെ തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആഘോഷവേളകളിൽ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കുവാനും ഉപയോഗിക്കുവാനും പാടുള്ളൂ എന്ന് സംസ്ഥാന സർക്കാർ. ദീപാവലിക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാനുള്ള സമയം രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള 2 മണിക്കൂറായി നിജപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് വെബ്സൈറ്റുകളിൽ പരസ്യം നൽകരുതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. കശുവണ്ടി വ്യവസായ മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള കാഷ്യൂ കോൺക്ലേവിന് കൊല്ലത്ത് തുടക്കം. സ്വർണ്ണവിലയിൽ വൻ വർധന, പവന് ഇന്ന് 2400 രൂപ കൂടി. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മറ്റന്നാൾ രാത്രി വരെ തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.